അതീവ സുരക്ഷയുള്ള ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 13 പവനിലധികം വരുന്ന സ്വർണം നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. ശ്രീകോവിലിന് മുന്നിലെ വാതിലിൽ പൂശാനായി പുറത്തെടുത്ത സ്വർണം വളരെ വേഗം വാനിഷായി. പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും പഠിച്ച പടി 18 നോക്കി. ആ പരിസരത്തെത്താൻ സാധ്യതയുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഒടുവിൽ 3-ാം ദിവസം അപ്രത്യക്ഷമായ സ്വർണം പ്രത്യക്ഷപ്പെട്ടു. പോലീസ് FIRൽ മോഷണം, സമ്മതിക്കാതെ ജീവനക്കാരും ക്ഷേത്രം ഭാരവാഹികളും. അബദ്ധത്തിൽ സംഭവിച്ചുവെന്ന് അതിൽ ഉറച്ച് അവർ നിൽക്കുന്നു. ക്ഷേത്രത്തിലെ 6 നിലവറകളായി സൂക്ഷിച്ചിട്ടുള്ള അമൂല്യ നിധിശേഖരത്തിൽ 10,000-കണക്കിന് രത്നങ്ങളും 1000-കണക്കിന് സ്വർണ്ണദണ്ഡുകളും സ്വർണ്ണമാലകളും 1.5 അടിയിലേറെ വലിപ്പമുള്ള 1500-ലധികം സ്വർണ്ണ കലശങ്ങളും പതക്കങ്ങളും 2000-ലധികം ശരപ്പുളിമാലകളും 850 ഗ്രാം ഭാരമുള്ള 18 അടി നീളമുള്ള 3 സ്വർണ്ണമാലകളും 750 കിലോയിലധികം വരുന്ന സ്വർണ്ണ നാണയങ്ങളും 1.5 അടിയോളം പൊക്കമുള്ള രത്നകിരീടങ്ങളും അമൂല്യ രത്നങ്ങളും ഉടയാടകളും ഒക്കെ ഉൾപ്പെടും. ഭരതക്കോണിലുള്ള B നിലവറയാകട്ടെ ഇതുവരെ തുറന്ന് പരിശോധിക്കാനായിട്ടില്ല. 2011 ക്ഷേത്രത്തിലെ നിലവറകളിൽ സുപ്രീം കോടതി സമിതി നടത്തിയ പരിശോധനയ്ക്ക് ശേഷം നിധിശേഖരത്തിന്റെ മൂല്യമായി കണക്കാക്കിയത് $1,800 കോടി, അതായത് 1 ലക്ഷം കോടി രൂപ. നിലവിലെ സ്വർണത്തിന്റെ വില വെച്ച് ഇത് $7,000 കോടി വരും. 6 ലക്ഷം കോടി രൂപ. കേരളം ഞെട്ടിപ്പിക്കുന്ന ഈ കണക്കുകൾക്ക് ശേഷം അതീവ സുരക്ഷാ വലയത്തിലുള്ള ക്ഷേത്രത്തിലാണ് അത്ഭുത പ്രവർത്തികളെന്ന് ഓർക്കണം. VS അടക്കം പറഞ്ഞ പല കാര്യങ്ങളും ഒന്നോർത്തെടുത്താൽ സംഭവിക്കുന്നത് പലതും നല്ലതിനാണോ? ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയാണ് അടുത്ത മണിക്കൂറിൽ. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായ കേസിൽ ദുരൂഹത തുടരുന്ന പശ്ചാത്തലമുണ്ട്. 8 ജീവനക്കാരുടെ മൊഴി ഇന്ന് വീണ്ടും രേഖപ്പെടുത്തുകയാണ്. മോഷണ ശ്രമമാണെന്ന് പോലീസ് പറയുന്നു. FIRൽ വളരെ കൃത്യമായി തന്നെ സ്ഥിരീകരിക്കുന്നുമുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ പ്രതികരണം വളരെ വിചിത്രമാണ്. അബദ്ധത്തിൽ സംഭവിച്ചു എന്നാണ് ക്ഷേത്ര ജീവനക്കാരും ഒപ്പം ക്ഷേത്രം ഭാരവാഹികളും മറ്റും പറയുന്നത്. നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് എന്ന് തന്നെയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സ്ഥിരീകരണമുണ്ട്. ചില നിർണായക യോഗങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും നടക്കുന്നുണ്ട്. VV വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, അടിമൊഴി ദുരൂഹതയാണ്, സംശയമില്ല ഇക്കാര്യത്തിൽ. കാരണം അത്ര സുഖകരമല്ല പുറത്തു വരുന്ന കാര്യങ്ങൾ. ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ വരുന്ന വലിയ ആചാരപരമായ വലിയ ചിട്ടകളുള്ള അതീവ സുരക്ഷാ മേഖലയായ ഒരു പ്രദേശത്ത് നിന്ന് ഈ സ്വർണ്ണമോഷണം പോവുക. ഇപ്പോൾ സ്വർണത്തിന്റെ വിലയൊക്കെ അറിയാമല്ലോ, അതിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വേർഷൻ? രഞ്ജിത്ത്, ഈ 13 പവന്റെ സ്വർണം കാണാതാകുന്നു. 10-ാം തീയതിയാണ് ഈ FIR രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് 7-നും 10-നും ഇടയ്ക്ക് സ്വർണം നഷ്ടമായി എന്ന തരത്തിലാണ്. ഇതിൽ മോഷണ ശ്രമം, മോഷ്ടിച്ച് കടത്താൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് ഈ FIRൽ വ്യക്തമായി പറയുന്നത്. കാരണം നമുക്ക് ഈ സ്വർണം കണ്ടെടുത്തത് അതിനുശേഷമാണ്, ഈ FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ്. അതിന്റെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ പോലും ഈ FIRനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. അതായത് CCTV ക്യാമറ ഇല്ലാത്ത സ്ഥലം, അവിടെ ഒരു ഇടുങ്ങിയ നടവഴിയാണ്. ആ ഇടുങ്ങിയ പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി അവിടെ വാതിൽ സ്വർണം പൂശാൻ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് കാണാതാകുന്നത്. ആ പ്രദേശത്ത് ഏതാണ്ട് 1 അടിയോളം താഴ്ചയിൽ മണ്ണിനടിയിൽ നിന്നാണ് ഇത് പോലീസ് കണ്ടെടുക്കുന്നത്. അതായത് ഈ സ്വർണം നഷ്ടപ്പെട്ട് വലിയ വാർത്തയായി ഇത് പുറത്തറിയുകയും പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും അതിൽ മോഷണ ശ്രമമെന്ന് വ്യക്തമാവുകയും ചെയ്തതോടുകൂടി ഇത് എടുത്ത ആൾ അവിടെ കുഴിച്ചിട്ടു എന്ന സംശയമാണ് കൂടുതൽ ബലപ്പെടുന്നത്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാര്യങ്ങൾ വ്യവസ്ഥയില്ലാതെ നടക്കുന്നു എന്നത് ഒരു വിഭാഗം ജീവനക്കാർ തന്നെ ഉയർത്തുന്ന വാദമാണ്. കർമ്മചാരി സംഘിന്റെ പ്രസിഡന്റുണ്ട് ബബ്ലു ശങ്കർ. അദ്ദേഹം ഇപ്പോൾ 2 വർഷമായി ഈ സസ്പെൻഷനിൽ തുടരുകയാണ്. അദ്ദേഹം നേരത്തെയും ഈ മോഷണം പോകുന്നതുമായി ബന്ധപ്പെട്ട പല പരാതികളുമായി ഹൈക്കോടതി വരെ പോയ ആളാണ്. ഇത്തരത്തിൽ പല ജീവനക്കാരുണ്ട്, അവിടെ വരുന്ന ഭക്തരുണ്ട്. ഇത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സാധനങ്ങൾ മോഷണം പോകുന്നത് ആദ്യത്തെ സംഭവമല്ല. മാത്രമല്ല, ഇത് വിവാദമാകുമ്പോൾ ഈ അപ്രത്യക്ഷമായ സാധനം അവിടെ തിരിച്ചു വരികയും ചെയ്യുന്നു. അതായത് ഈ എടുക്കുകയും പിന്നീട് ഇത് കണ്ടുപിടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഈ കേസിൽ നിന്ന് ഊരുന്നതിന് വേണ്ടി ഈ സാധനം അവിടെ തന്നെ കൊണ്ടുവയ്ക്കുന്നു. മാത്രമല്ല, അവിടെ നടക്കുന്ന മറ്റൊരു തട്ടിപ്പിനെ കുറിച്ച് ഒരു വിഭാഗം ജീവനക്കാർ പറയുന്നത് ഇങ്ങനെയാണ്: വിലപിടിപ്പുള്ള 700-800 വർഷം പഴക്കമുള്ള സാധനങ്ങൾ എടുക്കുകയും തൊട്ടടുത്താണ് ചാലക്കമ്പോളമുള്ളത്, അവിടെ നിന്ന് സമാന രൂപത്തിലുള്ള സാധനങ്ങൾ വാങ്ങി ഇവിടെ തിരികെ വെക്കുകയും ചെയ്യുന്നു. അതായത് എണ്ണം പരിശോധിക്കുമ്പോൾ ആ എണ്ണം വസ്തുക്കൾ അവിടെ ഉണ്ടാകും. 10 എണ്ണമാണ് ഉള്ളതെങ്കിൽ
ഒരു സാധനം എടുത്തിട്ട് മറ്റൊരു സാധനം അവിടെ കൊണ്ടുവയ്ക്കും. പക്ഷേ ആ കൊണ്ടുവയ്ക്കുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ ഇതേ രൂപത്തിൽ നിർമ്മിച്ച സാധനമായിരിക്കും. ഈ എടുക്കുന്നത് കോടികൾ മൂല്യമുള്ള വസ്തുവായിരിക്കും. അത് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നതടക്കമുള്ള വലിയ ഈ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ്. അതെങ്ങനെ മണൽപ്പരപ്പിലെത്തി എന്നതിലാണ് ദുരൂഹത. അതായത് നമുക്കറിയാം അവിടെ കയറാൻ സാധിക്കുന്നത്, ആ സ്വർണം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതൊക്കെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ്. ഇവരുടെ പങ്കാളിത്തം കാര്യമായി ഒന്ന് പരിശോധിച്ചാൽ വളരെ വ്യക്തമായി തന്നെ ഈ മോഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള തടസ്സം എന്താണ്? ക്ഷേത്രം ജീവനക്കാരുടെയും ക്ഷേത്രം ഒപ്പം ഭാരവാഹികളുടെയും മറ്റും സമീപനം എന്താണ് തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളോട്? രഞ്ജിത്ത്, നേരത്തെ തന്നെ ഇവിടെ ഒരു കുത്തഴിഞ്ഞ രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നതെന്ന് ജീവനക്കാരിൽ ഒരു വിഭാഗം പറയുന്നുണ്ട്. അവരുടെ പ്രതിഷേധം പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ചിക്കൻ കറി ഉണ്ടാക്കി കഴിച്ച സംഭവം ഉൾപ്പെടെ അടുത്തിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 2-3 മാസം മുൻപാണ് ക്ഷേത്ര പരിസരത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഓഫീസിൽ ഒരു പാർട്ടിയുടെ ഭാഗമായി, അവിടെ നടന്ന ഒരു ആഘോഷത്തിന്റെ ഭാഗമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓഫീസ് റൂമിൽ ചിക്കൻ ബിരിയാണി വിളമ്പുന്ന സാഹചര്യം ഉണ്ടായി. കാരണം അത്ര കണ്ട് ലാഘവത്തോടുകൂടി ഈ ക്ഷേത്ര പരിസരത്തെയും ക്ഷേത്രത്തെയും കാണുന്നു എന്നതാണ്. വിശ്വാസികളും അവിശ്വാസികളുമുണ്ട്. പക്ഷേ ഒരു വലിയ വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്ന കേന്ദ്രം അത് മലിനപ്പെടാൻ, അത് അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ തലപ്പത്തിൽ ഇരിക്കുന്നവർക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം വിശ്വാസികളാകട്ടെ അവിശ്വാസികളാകട്ടെ ഈ ഭരണസമിതിയിലുള്ളത്. പക്ഷേ ഈ വരുന്ന ആളുകൾ വിശ്വാസികളാണ്. അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന ഒരു സമീപനം ഉണ്ടാകാൻ പാടില്ല എന്നത് തന്നെയാണ്. ഈ ചിക്കൻ ബിരിയാണി വിളമ്പിയത് തന്നെ അവിടുത്തെ ഏറ്റവും വലിയ ഏത് തരത്തിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. അതേ സാഹചര്യത്തിലാണ് പല വസ്തുക്കൾ അവിടെ നിന്ന് മോഷണം പോയി എന്ന പരാതിയും നേരത്തെ ഉള്ള സംഭവങ്ങളും ഒക്കെ തന്നെ ഉള്ളത്. ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. CCTV ക്യാമറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പരിശോധിച്ചിരുന്നു. DCP അവിടെ എത്തിയിട്ട് ഈ സ്വർണം തിരികെ കിട്ടിയതോടുകൂടി അദ്ദേഹം പറഞ്ഞത് ഇതൊരു കവർച്ചാ ശ്രമമാണോ എന്നത് വ്യക്തമല്ല. ഏതായിരുന്നാലും സ്വർണം കിട്ടി എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം അദ്ദേഹം നൽകുകയുണ്ടായി. പോലീസിന് ഈ വിഷയത്തിൽ ഇടപെടുന്നതിനും നമുക്കറിയാം, നമ്മുടെ ഭരണാധികാരികളൊക്കെ ഇടയ്ക്ക് VS ഒക്കെ ഈ വിഷയത്തിൽ ചില അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചതാണ്. പക്ഷെ പിന്നീടുള്ള ആളുകളൊക്കെ വിശ്വാസപരമായ വിഷയങ്ങളായതിനാൽ ഇതിൻ്റെ മറ്റ് ആംഗിളുകളിലേക്ക് കടന്നില്ല എന്നുള്ളതാണ്. ഏതായാലും പ്രത്യക്ഷമായി മനസ്സിലാകുന്ന ഒരുപാട് തെളിവുകൾ ഈ വിഷയങ്ങളുണ്ട്. വിനോദ് തുടരുക. ശ്രീ MG ശശിഭൂഷൺ, ചരിത്രകാരൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉപദേശക സമിതി, കോടതി നിർദ്ദേശിച്ച ഉപദേശക സമിതിയുടെ മുൻ അംഗം കൂടിയാണ് അദ്ദേഹം. ശ്രീ ശശിഭൂഷൺ, സ്വാഗതം. നമ്മൾ ഈ ചർച്ച താങ്കളിലേക്ക് എത്തിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം പലതവണ നമ്മൾ സംസാരിച്ചതും വാർത്തകൾ വന്നതുമൊക്കെയാണ് പത്മനാഭ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വർണം നഷ്ടപ്പെടൽ, അത് പിന്നെ അവിടെ തിരികെ കൊണ്ടുവരൽ. ഇത്തവണ കുറച്ചുകൂടി കൗതുകകരമാണ് കാര്യങ്ങൾ. 4 ദിവസമായി അന്വേഷിക്കുന്നു, ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നു, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. പക്ഷേ അതിനുശേഷം മണലിൽ നിന്ന് കണ്ടെത്തുകയാണ്. പോലീസ് ഇങ്ങനെ തെരഞ്ഞു പോയപ്പോൾ പോലീസിൻ്റെ ഷൂസിൽ കുടുങ്ങുകയാണ് ഈ സ്വർണം. അതിനുശേഷം അത് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവെക്കുന്നു. അതോടുകൂടി ഈ പ്രശ്നം തൽക്കാലത്തേക്ക് ഒരു പക്ഷേ പറഞ്ഞ് കോംപ്രമൈസ് ആക്കി, നമ്മുടെ നിയമ സംവിധാനങ്ങളും ക്ഷേത്രവും എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി അവസാനിപ്പിച്ചേക്കാം. പക്ഷേ താങ്കളുടെ അനുഭവത്തിൽ, താങ്കളുടെ ശ്രദ്ധയിൽ, താങ്കളുടെ അറിവിൽ ഇതിങ്ങനെ നിസ്സാരമാക്കി കളയാൻ പറ്റുന്നൊരു സംഗതിയാണോ? ഒരിക്കലുമല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ സമഗ്രമായ പല റിപ്പോർട്ടുകളും ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത് വിനോദ് റോയിയുടെ റിപ്പോർട്ടാണ്. ആ വിനോദ് റോയിയുടെ റിപ്പോർട്ടിനകത്ത് അവിടെ നടന്ന